ഈ കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതും വലതും മാറി മാറി ഭരിച്ചു. പക്ഷേ കൊച്ചിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ നികുതി പണം ഒരു പൈസ പോലും അഴിമതി നടത്താതെ, ഒരു പൈസ പോലും അടിച്ചു മാറ്റാതെ അത് ജനങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും എത്തിച്ച ഒരേ ഒരു പാർട്ടി 2020. ഇതിന് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന അഴിമതി നടത്താൻ പറ്റില്ല. നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കും നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ചിഹ്നത്തിനും വോട്ട് ചെയ്യേണ്ട ഗതികേടാണ് ഇവിടുത്തെ CPM-കാർക്കും കോൺഗ്രസ്സുകാർക്കും ഇത്തവണ വന്നിരിക്കുന്നത്. ഏതാണ്ട് 7 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് 860ഓളം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരരംഗത്തിറങ്ങുകയാണ്. ഈ 2020 പഞ്ചായത്തിൽ മാത്രം ഇതുപോലെ എല്ലാ മാസവും 3-4 പ്രാവശ്യം കയറി ഇറങ്ങി. 1 രൂപയുടെ ഒരു പൈസയുടെ അഴിമതി കണ്ടുപിടിക്കാൻ പറ്റില്ല. നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്നത് കിഴക്കമ്പലത്ത് എന്ത് സംഭവിക്കുമെന്നാണ്. കിഴക്കമ്പലം പഞ്ചായത്ത് 2020 അടക്കി വാഴുകയാണ്. അവിടെ ഇടതും വലതുമെല്ലാം ചേർന്ന് 2020ക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. ഇത്തവണ അവർ പിടിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും നമ്മോടൊപ്പം 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ചേരുകയാണ്. ഞങ്ങൾ ഇത്തവണ കേരളത്തിലെ ഏതാണ്ട് 860 സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിൻ കോർപ്പറേഷനാണ്. കൊച്ചിൻ കോർപ്പറേഷൻ കൂടാതെ എൻ്റെ സമീപ മുനിസിപ്പാലിറ്റികൾ തൃപ്പൂണിത്തുറ, മരട്, തൃക്കാക്കര. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ഏറ്റവും വലിയൊരു പോരാട്ടമാണ് ഈ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടക്കുന്നത്. ഈ കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതും വലതും മാറി മാറി ഭരിച്ചു. പക്ഷേ കൊച്ചിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കൊച്ചിയെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വരുമാനമുള്ള ഒരു കോർപ്പറേഷനാണ്. പക്ഷേ ഏറ്റവും അഴിമതി നടക്കുന്ന കോർപ്പറേഷനും കൊച്ചിയാണ്. ശരാശരി ഒരു 100 കോടി രൂപയുടെയെങ്കിലും അഴിമതി ഒരു വർഷം കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ 5 വർഷം കൊണ്ട് 500 കോടി രൂപയാണ് അവിടെ അഴിമതി നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചിയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടാത്തത്. ഇപ്പോൾ കുടിവെള്ള പ്രശ്നമായിക്കോട്ടെ, മാലിന്യമായിക്കോട്ടെ, കൊതുക് ശല്യമായിക്കോട്ടെ, ഗതാഗത കുരുക്കായിക്കോട്ടെ, ഇതിനൊന്നും പരിഹാരം കാണാനായിട്ട് ഇടതിനും വലതിനും സാധിച്ചിട്ടില്ല. കാരണം ഇതിന് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന അഴിമതി നടത്താൻ പറ്റില്ല. അപ്പോൾ ഇത് ഇടതും വലതും ഭരിക്കുന്നിടത്തോളം കാലം കൊച്ചിയിൽ ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം കൊച്ചി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളത്തിൽ മറ്റേതൊക്കെ പഞ്ചായത്തുകളാണ് ഇപ്പോൾ പിടിക്കാനായിട്ട്? ഇപ്പോൾ നമുക്ക് ഈ 2020 കേരളം ഒട്ടാകെ വ്യാപിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യം. ഇപ്പോൾ നമുക്ക് നമ്മുടെ വടക്കേ അറ്റത്ത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ, അതായത് തമിഴ്നാടിൻ്റെ ബോർഡറിൽ ഉള്ള മുതലമടയിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണത്. അവിടെ 5 സ്ഥാനാർത്ഥികൾ തമിഴ് സംസാരിക്കുന്നവരാണ്. തമിഴരാണ് അവർ, ആ ഗ്രാമങ്ങൾ തമിഴരാണത്. ഇനി ഇപ്പോൾ നമ്മൾ തെക്കേ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് 3 പഞ്ചായത്തുകൾ നമ്മൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ 2020 ഇന്ന് ഈ കിഴക്കമ്പലത്ത് തുടങ്ങി വെച്ച ആ ഒരു ചെറിയ പ്രസ്ഥാനം കേരളം ഒട്ടാകെ പടർന്ന് പന്തലിച്ച് ഏതാണ്ട് 7 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് 860ഓളം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരരംഗത്തിറങ്ങുകയാണത്. അതിൻ്റെ ഒരു ഭീഷണി ഉണ്ടോ 2020ക്ക്? ഭീഷണി എല്ലാ സ്ഥലത്തുമുണ്ട്. ഇപ്പോൾ പണ്ട് നമുക്ക് സാധാരണ പ്രാദേശികമായിട്ടുള്ള ഭീഷണികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും, ഇപ്പോൾ കോൺഗ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വലിയ വലിയ നേതാക്കൾ ഇറങ്ങിയാണ് 2020ക്കെതിരെ പ്രസംഗിക്കുന്നതും ആക്ഷേപം ഉന്നയിക്കുന്നതൊക്കെ. ഇപ്പോൾ ഈ അടുത്തയിടെ തന്നെ ഏതാണ്ട് 1 മണിക്കൂർ ഇപ്പോൾ നമ്മുടെ ചാലക്കുടി MP ബെന്നി ബെഹനാൻ, ഇവിടുത്തെ മുൻ MLA ശശീന്ദ്രൻ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൂടിയിട്ട് 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തുക. ഈ പത്രസമ്മേളനത്തിൽ 1 മിനിറ്റ് പോലും അവർ കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞില്ല, അവർ BJPനെ കുറ്റം പറഞ്ഞില്ല, വേറെ ഒരു പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റം പറഞ്ഞില്ല. പക്ഷേ കുറ്റം പറഞ്ഞത് മുഴുവൻ 1 മണിക്കൂർ സംസാരിച്ച് മുഴുവൻ 2020ക്കെതിരെയാണ്.
പേടിയാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ 2020 എത്ര വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 നേതാക്കന്മാർ 1 മണിക്കൂർ ഞങ്ങളെപ്പറ്റി ഞങ്ങളെ കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ ഈ 2020 എത്രമാത്രം പ്രബലമായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ, അവരെത്രത്തോളം ഞങ്ങളെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏക തെളിവാണത്. ഈ ബെന്നി ബെഹനാൻ ആരാണെന്ന് എന്നേക്കാൾ കൂടുതൽ ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രവർത്തകർക്കറിയാം. ഇയാളൊരു 45 വർഷം മുമ്പ് ഇതുപോലെ ഒരു അന്വേഷണം നടത്താനായിട്ട് കിഴക്കമ്പലത്ത് വന്നിറങ്ങി. അന്നെൻ്റെ അച്ഛനായിരുന്നു ഞങ്ങളുടെ അനാലുമിനിയം കമ്പനിയുടെ മുമ്പിൽ വന്ന് ഇറങ്ങിയത്. കാറിൽ വന്ന് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അടിവസ്ത്രം പോലും ഇല്ലാതെയാണ് 1.5 കിലോമീറ്റർ ഓടിയത്. അന്നത്തെ ആ ചുരുക്ക് ഇന്നും അയാൾക്ക് കിടക്കുന്നുണ്ട്. ഈ കിഴക്കമ്പലത്ത് കോൺഗ്രസ് നശിക്കാനായിട്ട് പ്രധാന കാരണക്കാരൻ ഈ ബെന്നി ബെഹനാനാണ്. ഇയാളുടെ വാക്ക് കേട്ട് ഇവിടെയുള്ള കുറേ അലവലാദികൾ അയാളുടെ കൂടെ കൂടി. അങ്ങനെ കിഴക്കമ്പലത്ത് കോൺഗ്രസ് പാർട്ടി ഇല്ലാതെയായി. ഇപ്പോൾ 10 വർഷമായിട്ട് ഒരു മെമ്പറെ പോലും വിജയിപ്പിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. ഇനി അതുപോട്ടെ, എറണാകുളം ജില്ല എടുക്കുക. ഈ എറണാകുളം ജില്ലയിലായാൽ തന്നെയും ഇയാൾ ഉണ്ടാക്കി ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുത്തിത്തിരിപ്പ് കാരണമാണ് പാർട്ടി നശിച്ചത്. ഇനി സംസ്ഥാനത്തെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിസം ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരകൻ ഇയാളാണ്. ഇയാൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. സാധാരണ നമ്മൾ പണ്ട് പറയില്ലേ, ഈ 40 വെള്ളിക്കാശിന് ഒറ്റി കൊടുത്തു എന്ന് പറയില്ലേ. ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടത്ത് പുള്ളിയുടെ ക്യാൻസർ സംബന്ധമായിട്ട് ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോയി. ഈ ജർമ്മനിയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവരുടെ കുട്ടികളെ കൂടാതെ ഭാര്യയും കുട്ടികളും ഉണ്ട്. അതുകൂടാതെ ഇയാളും കൂടെ പോയി. ഇയാൾ കൂടെ പോയിട്ട് ഈ കുട്ടികൾ, അതായത് അവർ പറഞ്ഞു ഇതിൻ്റെ പപ്പയുടെ ചിലവ് മുഴുവൻ ഞങ്ങളെടുത്തോളാം, അതിനുവേണ്ടി ആരും ഒരു പൈസ ചിലവാക്കണ്ട, അവരാണ് എടുത്തത്. പക്ഷേ ഈ പുള്ളി കൂടെ പോയി എന്തിനാണെന്നറിയോ? ആ ജർമ്മനി പോയി ഇരുന്നിട്ട് ഈ കെയർ ഓഫിൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് പിരിവ് മേടിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും അടുത്ത ശിഷ്യൻ ചെയ്ത കാര്യമാണ് അത്. ആരോടാണ് ചെയ്തത്? ഉമ്മൻചാണ്ടിയോട്. അതുപോലെയുള്ള ഒരാളാണ് ഇപ്പോൾ 2020യുടെ അഴിമതി പുറത്തു കൊണ്ടുവരുമെന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, ഈ മഞ്ഞപ്പിത്തമുള്ളവനൊക്കെ എല്ലാം മഞ്ഞയായിട്ട് തോന്നും. കാരണം അയാൾ വളർന്നതും ജനിച്ചതും ജീവിച്ചതുമെല്ലാം ഈ അഴിമതി നടത്തിയ. ഇപ്പോൾ ഏതാണ്ട് 8 വർഷമായി ചാലക്കുടിയിൽ അയാൾ MP-യാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ജീവിയെ പുള്ളി, അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടിട്ടില്ല. ഈ 8 വർഷം കൊണ്ട് എന്താണ് നിങ്ങൾ ചാലക്കുടിയിൽ നടപ്പിലാക്കിയെന്ന് വെച്ചാൽ ഒരു കാര്യം പോലും പറയാണ്ടാവില്ല. കുറേ ഹൈമാസ് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ടെന്ന് പറയും. ഇതല്ലാതെ വേറെ ഒരു സംഗതി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണത്. അപ്പോൾ കൂടെ നടന്ന് സ്വന്തം ഗുരുവിനെ തന്നെ, അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും റൈറ്റ് ഹാൻഡായിട്ടുള്ള ഒരാൾ, അയാളുടെ അസുഖം വന്ന് കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ആ കെയർ ഓഫിൽ അവിടെ നിന്ന് ഫോൺ വിളിച്ച് പിരിവ് മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് അയാൾക്ക് വേണ്ടി ചിലവാക്കണമെന്ന് മനസ്സിലാക്കാം. ആ ആളാണ് പറയുന്നത് 2020 ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് ശരിയാക്കി കളയുന്നു. ഇവിടെ പിണറായിയുടെ പോലീസ് 85 തവണ കയറി ഇറങ്ങി ഇവരെ വിജിലൻസ് പരിശോധനയ്ക്ക്. കാരണം ഈ കേരളത്തിൽ 941 പഞ്ചായത്തുകളുണ്ട്. ഇവിടെ ഒന്നും വിജിലൻസ് കയറണില്ല. കാരണം അവിടെയൊക്കെ ഭരിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റാണ്. ഈ 2020യുടെ പഞ്ചായത്തിൽ മാത്രം ഇതുപോലെ എല്ലാ മാസവും 3-4 പ്രാവശ്യം കയറി ഇറങ്ങി. 1 രൂപയുടെ ഒരു പൈസയുടെ അഴിമതി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇയാളല്ല, ഇനി CBIനെ കൊണ്ടുവന്നോട്ടെ, KGBനെ കൊണ്ടുവരട്ടെ, CIAനെ കൊണ്ടുവരട്ടെ, ധൈര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ഈ പരിപാടി ഞാൻ ഉപേക്ഷിക്കാം. അത് ഇവർ ഈ അഴിമതിയിൽ കൂടി മാത്രം ജീവിച്ച് അഴിമതി നടത്തി ജനങ്ങളുടെ പൈസ അടിച്ചു മാറ്റി ജീവിക്കുന്നതുകൊണ്ട് ഇവർക്കേ ഇത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അന്വേഷണത്തെയൊന്നും ഞങ്ങൾക്ക് ഭയപ്പെടൊന്നുമില്ല. അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. ഈ പാർട്ടി തന്നെ ഇല്ല എന്ന് വേണ്ടാന്ന് ഞാൻ പറയാം. അങ്ങനെ ഒരു അഴിമതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 32 കോടിയുടെ കണക്ക് പറയുന്നുണ്ട്, അത് ചെലവഴിക്കുന്നില്ല. കേന്ദ്ര അനുവദിച്ചു തന്നിട്ടുള്ള ഫണ്ടുകളൊക്കെ ലാപ്സാക്കി കളഞ്ഞു. ജനങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്ന ഒരു ആരോപണം.
ഇതിൽ ഈ ഒന്നാമത് എനിക്കറിയില്ല ഈ കേന്ദ്ര ഫണ്ട് ഏതാണ്. കേന്ദ്രവും പഞ്ചായത്തുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിനുള്ള ബോധം പോലും അയാൾക്കില്ല. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടൊന്നും പഞ്ചായത്തിട്ട് വരുന്നില്ല. പഞ്ചായത്തിൽ 2 തരത്തിലുള്ള ഫണ്ടാണ് വരുന്നത്. ഒന്ന് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഫണ്ട്, പ്ലാൻ ഫണ്ട്. 2 തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഈ പ്രദേശത്ത് തന്നെ ടാക്സ്. ഇതിൽ ഈ പ്ലാൻ ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ രീതിയിൽ ഇത് മാർച്ചിൽ ആണ് അനുവദിക്കുന്നത്. ഇത് അനുവദിച്ച് കൃത്യമായിട്ട് എല്ലാ പദ്ധതികളും കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരേ ഒരു പഞ്ചായത്ത് 2020. ഇതിൻ്റെ പ്രൊസീജിയറെല്ലാം തീർത്ത് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് സെപ്റ്റംബർ മാസമാവും. പിന്നെ നമ്മൾ ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 6 മാസം സമയം കൊടുക്കണം. ഈ 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് കഴിയും. പക്ഷേ ഞങ്ങളെല്ലാം തന്നെ ഈ മാർച്ച് 15 കൂടിയിട്ട് പദ്ധതികൾ പൂർത്തിയാക്കി ബില്ല് സബ്മിറ്റ് ചെയ്യും. ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ട്രഷറി ബാനാണത്. എന്ന് പറഞ്ഞാൽ പൈസയില്ല, സംസ്ഥാനത്ത് പൈസയില്ല. ഞങ്ങളുടെ കുറ്റമാണത്. അത് സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ആ ബില്ല് പാസ്സാക്കില്ല. നമ്മൾ സമയബന്ധിതമായിട്ട് പദ്ധതികൾ പൂർത്തിയാക്കി. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 4 കോടി രൂപയുടെ ബില്ല് സബ്മിറ്റ് ചെയ്തു. മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ പദ്ധതികൾ പൂർത്തിയാക്കി. പക്ഷേ ട്രഷറി ബാൻ, ട്രഷറിയിൽ ഫണ്ടില്ല. അപ്പോൾ അത് കൊടുക്കില്ല. എന്നിട്ട് ട്രഷറിയിൽ നിന്ന് ഫണ്ട് കൊടുക്കില്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഇത് ലാപ്സാക്കിയെന്ന്. കാരണം പൈസയില്ല, സർക്കാരിന് പൈസയില്ല. അത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, 2020യുടെ പിടിപ്പുകേടല്ല. ഇനി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ കുന്നത്താടിൽ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഒട്ടനവധി പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിലൊക്കെ 40-50 കോടി രൂപയാണ് ലാപ്സായിരിക്കുന്നത്. ഞങ്ങൾ ഈ 10 വർഷം കൊണ്ട് 20 കോടി ലാപ്സായെന്നാണ് പറയുന്നത്. അത് തന്നെ ശരിയായിട്ടുള്ള കണക്കല്ല. ഞാൻ പറയുന്നത് ഇതിൽ സംഭവിക്കുന്നത് ഇതാണത്. അപ്പോൾ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട്, ട്രഷറിയിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണത്. പിന്നെ അവർ പറയുന്ന കാര്യം കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ്. CPM ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെ ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നു കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരുമെന്ന്? അല്ല, ഇതൊക്കെ 2015-ലും ഇവർ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഈ കിഴക്കമ്പലത്തിനെ സംബന്ധിച്ച് 2015-ന് മുമ്പ് ഇടത് വരും 5 വർഷം, പിന്നെ വലത് വരും. ഇങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നതാണത്. അതിനൊരു മാറ്റം വന്നത് 2015-ൽ 2020 മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണത്. അപ്പോൾ 2020 മത്സരിച്ചു, 19-ൽ 17 സീറ്റ് മേടിച്ചു, ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ ഭരണം നടത്തി. 2020-ൽ 19-ൽ 18 സീറ്റ് ഞങ്ങൾ നേടി. അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി. അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം മത്സരിച്ച സ്ഥലത്തൊക്കെ ഞങ്ങൾ വിജയിച്ചു. 92 സീറ്റുകളിൽ മത്സരിച്ചതിൽ 85 സീറ്റുകൾ, ഞാൻ പറയുന്ന സമീപ പഞ്ചായത്തുകൾ അടക്കമാണത്, 85 സീറ്റുകൾ വിജയിച്ച ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടിയാണ്. ഇത്രയും മത്സരിച്ച സീറ്റുകളിൽ ഇത്രയും പെർസെൻറ്റേജ് വിജയിച്ചത്. അപ്പോൾ ഇവർ എല്ലാ രാഷ്ട്രീയക്കാരും പറയും ഞങ്ങൾ വരും, അധികാരത്തിൽ വരും, ഞങ്ങൾ വിജയിക്കില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും മത്സരരംഗത്ത് നേരിടാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നടക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇനിയൊന്നും 2020 വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാലല്ലാതെ കിഴക്കമ്പലത്ത് അല്ലെങ്കിൽ 2020 ഭരിക്കുന്ന ഒരു പഞ്ചായത്തുകളിലും കോൺഗ്രസും ഭരണത്തിൽ വരില്ല, കമ്മ്യൂണിസ്റ്റും ഭരണത്തിൽ വരില്ല. ഉറ്റുനോക്കുന്നൊരു പഞ്ചായത്താണ് കിഴക്കമ്പലം. 2020 പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയാം പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ചിഹ്നത്തിൽ ഇവരൊന്നും മത്സരിക്കുന്നില്ല പ്രധാനപ്പെട്ട പാർട്ടികൾ. എന്തുകൊണ്ടാണ്? ഇവിടെ ഇത്തവണ ഇവിടുത്തെ ഇടതും വലതും കൂടിയിട്ട് ഒരു ഉഭയകക്ഷി കരാറുണ്ടാക്കിയിരിക്കുക. ഈ കരാറനുസരിച്ച് ഇടതിലെ 11 രാഷ്ട്രീയ പാർട്ടികൾ, വലതിലെ 11 രാഷ്ട്രീയ പാർട്ടികൾ, അതുകൂടാതെ വെൽഫെയർ പാർട്ടി, SDPI, PDP, അങ്ങനെ 25 പാർട്ടികളുടെ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിരിക്കുക അവരത്. അപ്പോൾ ഇത്തവണ ഈ പറയുന്ന എല്ലാ പാർട്ടിക്കാരും, ഈ 25 പാർട്ടിക്കാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. അങ്ങനെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് ഈ പഞ്ചായത്ത് കോൺഗ്രസ്സിന് ഭരണം കൊടുക്കണം. അതാണ് ഒന്നാമത്തെ കരാറിലെ ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതിന് പ്രത്യുപകാരമായിട്ട് വരുന്ന 4 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരും ബാക്കിയുള്ള എല്ലാവരും, കോൺഗ്രസ്സുകാരും ബാക്കിയുള്ള എല്ലാവരും അരിവാൾ ചിറ്റിയിൽ വോട്ട് ചെയ്ത് ഇപ്പോഴത്തെ
സിറ്റിംഗ് MLA ശ്രീനിജനെ വീണ്ടും MLA ആക്കണം. മൂന്നാമത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ഭരിച്ച് ഏതാണ്ട് 32 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. ഇത് തുല്യമായിട്ട് വീതിച്ച് ഇടതും വലതും കൂടി എടുക്കണം. ഈ 3 കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ തവണ ഇടതിലെ, അതായത് CPMൻ്റെ ഒറ്റ നേതാക്കന്മാർ പോലും മത്സരിക്കുന്നില്ല എന്നുള്ളതാണത്. അത് ആ കരാറിലെ ഒരു ഇതാണത്. അതുകൊണ്ടാണ് നേതാക്കന്മാർ, കാരണം ഈ തവണത്തെ പഞ്ചായത്ത് ഭരണം കോൺഗ്രസ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ CPMകാരായിട്ടുള്ള എല്ലാവരും ഈ തവണ ഈ പറയുന്ന കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. ഇനി ഇവർ അതിന് കണ്ടിരിക്കുന്ന ഒരു വിദ്യ എന്ന് പറയുന്നത് സ്വതന്ത്ര മുന്നണി, ജനകീയ മുന്നണി, ജനകീയ സാരഥി, ഇങ്ങനെയൊക്കെ വിവിധ പേരുകൾ ഉണ്ടാക്കിയിട്ട് ആരും തന്നെ ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ 25 പാർട്ടികൾ നിന്ന് 2020 ഏറ്റുമുട്ടുക. കാരണം ഒറ്റയ്ക്ക് നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നറിയാം. ഇനിയിപ്പോൾ 25 പേര് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒറ്റയ്ക്ക് നിന്നാൽ ദയനീയ പരാജയമായിരിക്കും. ഈ പാർട്ടി ഈ മണ്ണിൽ നിന്ന് തന്നെ CPMും കോൺഗ്രസും ഇല്ലാതെയാവുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. UDFും CPMും സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനുണ്ടാവില്ല. കാരണം ഇതിൻ്റെ പിതാവ് CPM ആണോ, കോൺഗ്രസ് ആണോ, SDP ആണോ, മുസ്ലിം ലീഗ് ആണോ, PDP ആണോ എന്നുള്ളത് സ്ഥാനാർത്ഥിക്ക് അറിയില്ല. ഇനി അമ്മ ആരാണെന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുക. അമ്മ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയും ആപ്പിളാന്ന് പറയും, ഒരാൾ പറയും പൈനാപ്പിളാണെന്ന് പറയും, ഒരാൾ പറയും ശംഖാണെന്ന് പറയും. അപ്പോൾ നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കും നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ചിഹ്നത്തിനും വോട്ട് ചെയ്യേണ്ട ഗതികേടാണ് ഇവിടുത്തെ CPMകാർക്കും കോൺഗ്രസ്സുകാർക്കും ഇത്തവണ വന്നിരിക്കുന്നത്. 2020 സംബന്ധിച്ച് ഈ കിഴക്കമ്പലത്ത് 21 വാർഡുകളുണ്ട്, 3 ബ്ലോക്ക് പഞ്ചായത്ത്, 1 ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 25 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഏത് സ്ഥാനാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാലും അച്ഛൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ആണ് ഞങ്ങളുടെ അച്ഛന് തല ഉയർത്തി എന്ന് പറയാൻ സാധിക്കും. ഇനി അമ്മ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാങ്ങയാണ് എന്ന് തൻ്റെ അടുത്തോടെ പറയാൻ സാധിക്കും. അപ്പോൾ അത് പറയാവുന്ന ഒരേ ഒരു പാർട്ടി ഇന്ന് 2020 മാത്രമേ ഉള്ളൂ. അതായത് സ്വന്തം അച്ഛനെയും അമ്മയും ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമായിട്ട് തൻ്റെ ഇടമായിട്ട് പറയാവുന്ന ഒരേ ഒരു പാർട്ടി 2020 മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഇടതും വലതിനും അച്ഛൻ ആര് അമ്മ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾ, അതിൽ തന്നെ 25 പാർട്ടികളിൽ നിന്നാണ് മത്സരിക്കുന്നത്. അതിൽ ആരാ അച്ഛൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥി പറയുക? ആരെയാ ചൂണ്ടിക്കാണിക്കുക? ഇനി പൊതുവായിട്ടൊരു ചിഹ്നമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ചിഹ്നമുണ്ടോ? അതുമില്ല. അപ്പോൾ അമ്മ ആരാന്ന് ചോദിച്ചാലും അവർക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റായിരുന്നു, അതിപ്പം അടഞ്ഞു കിടക്കുകയാണ്. അത് റീസ്റ്റാർട്ട് ചെയ്യുമോ, അല്ല അതിന് ബദലായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കുമോ? അല്ല, നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഞങ്ങളായിട്ട് അടപ്പിച്ചതല്ല, ഞങ്ങളായിട്ട് അടച്ചതുമല്ല. ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ CPMും കോൺഗ്രസും കൂടി ഗൂഢാലോചന നടത്തി ഇവിടുത്തെ കളക്ടറെ അവരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അടപ്പിച്ചതാണത്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഡിസംബർ 20 വീണ്ടും തുറക്കാനായിട്ട് അതിൻ്റെ എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഡിസംബർ 20 ഞങ്ങൾ അത് തുറക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതുവരെ ഭക്ഷ്യസുരക്ഷ ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ അതിനേക്കാൾ കൂടിയൊരു പരിപാടി, അതായത് ലോയൽറ്റി കാർഡ്, അതാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ലോയൽറ്റി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ മാത്രമല്ല ഡിസ്കൗണ്ട് കിട്ടുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങൾ, ഇപ്പോൾ TV, ഫ്രിഡ്ജ്, അല്ലെങ്കിൽ കട്ടിൽ, ഫർണിച്ചർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾ, പെയിൻറ്റ്, അല്ലെങ്കിൽ സിമെൻറ്റ്, കമ്പി, ഇനി അതുകൂടാതെ നമുക്കിപ്പോൾ ഏതെങ്കിലും ലാബുകളിൽ, അതായത് ടെസ്റ്റിംഗ് ലാബുകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഈ ലോയൽറ്റി കാർഡ് ഉണ്ടെങ്കിൽ 25% മുതൽ
50% വരെ ഡിസ്കൗണ്ട് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 5000 രൂപ മുതൽ 10000 രൂപ വരെ നമുക്ക് ഒരു മാസം നമുക്ക് ബാക്കി വയ്ക്കാൻ സാധിക്കും, ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവരുന്നത്. എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ അതിന്? അല്ല, അതിൽ ഈ പറയുന്ന മാതിരി ആർക്ക് വേണമെങ്കിലും, അതായത് ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ എല്ലാ ആളുകൾക്കും ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും കൊടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധിച്ചെടുക്കാൻ പറ്റില്ല. ഇവിടെ ഈ കുന്നത്തുനാടിൽ 6 മാസമെങ്കിലും ചുരുങ്ങിയത് വാടക വീട്ടിലായിക്കോട്ടെ താമസിച്ചിരിക്കണം എന്നുള്ള നിബന്ധന മാത്രമേ അതിനകത്തുള്ളൂ. വേറെ ഒരു മാനദണ്ഡങ്ങളും അതിനകത്തില്ല. നിലവിലെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പം മെഡിക്കൽ സ്റ്റോർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറും ഇതുപോലെ തന്നെ അന്ന് അവർ പൂട്ടിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ കോടതിയെ സമീപിച്ചു, കോടതി അത് തുറക്കാൻ അനുവാദം തന്നു, ഞങ്ങൾ വീണ്ടും തുറന്നു. അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതുപോലെ തന്നെ ഏതാണ്ട് 50% വരെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ബ്രാൻഡഡ് മെഡിസിനാണ് കൊടുക്കുന്നത്. പിന്നെ ഇവർ പറയുന്ന ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് നൽകുന്ന മറ്റു പാർട്ടിക്കാർ പറയുന്നത്, അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 50% വിലക്കുറവിൽ സാധനങ്ങൾ എല്ലാവർക്കും കൊടുക്കും. 2020 ആ ഒരു മോഡല് അവർ ചെയ്യാമെന്ന് പറയുന്നു. അത് അവർക്ക് സാധിക്കാൻ കഴിയുമോ? ഇതിൽ ഈ കോൺഗ്രസ്സുകാർ ഈ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത്, കള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കാൻ ഏറ്റവും മിടുക്കരായിട്ടുള്ളൊരു പാർട്ടിയാണ്. അതുപോലെയുള്ളൊരു വാഗ്ദാനമാണത്. ഇവർ ഈ ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇതുപോലെയുള്ള തട്ടിപ്പുമായിട്ട് ഇറങ്ങും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിൽ ഇവർ ഇതുപോലെ തന്നെ 50% ഡിസ്കൗണ്ട് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തട്ടിക്കൂട്ടുണ്ടാക്കി. ഒരാഴ്ച പോലും ഉണ്ടായില്ല. ആ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഈ 50% ഡിസ്കൗണ്ടൊന്നും കൊടുത്തില്ല. ചുമ്മാ കുറേ പച്ചക്കറിയും അത് ഇതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് റോട്ടിലിട്ടിട്ട് നമ്മൾ ഈ ചന്തയിലൊക്കെ വിൽക്കുന്ന മാതിരി വിറ്റു എന്നല്ലാതെ. അപ്പോൾ ഈ ആളുകളെ വിഡ്ഢികളാക്കുക. അപ്പോൾ ഈ തവണ ഇവർ പറഞ്ഞിരിക്കുന്നതാണ് 50% വിലക്കുറവിൽ റേഷൻ കാർഡുള്ള, അതായത് കിഴക്കമ്പലം പഞ്ചായത്തിൽ റേഷൻ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡിയോ ആധാർ കാർഡോ ഉള്ള എല്ലാ ആളുകൾക്കും 50% വിലക്കുറവിൽ ഭക്ഷ്യസാധനങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ ഇതെല്ലാം 50% വിലക്കുറവിൽ കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ആ സദസ്സിലിരുന്ന കോൺഗ്രസ്സുകാർ പോലും വിശ്വസിച്ചില്ല. കാരണം അവർക്കറിയാതെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ നേതാവിന് തന്നെ സംശയം വന്നു. നേതാവ് ചോദിക്കുകയാണ്, കാശ് എവിടെ നിന്നാണ് എന്നല്ലേ നിങ്ങളുടെ സംശയം? അപ്പോൾ പുള്ളി എൻ്റെ ഉടനെ പറയുകയാണ്, 32 കോടി രൂപയല്ലേ ഇവിടെ ഡെപ്പോസിറ്റ് കിടക്കുന്നത്, അതിൽ നിന്ന് ഒരു 2 കോടി എടുത്ത് ചിലവാക്കിയാൽ പോരെയെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ, കാരണം അത് നടക്കില്ല എന്ന് അവർക്കറിയാം, ഒരു പദ്ധതി പ്രഖ്യാപിക്കുക. ഈ 2 കോടി പോയിട്ട് എത്ര കോടി ഉണ്ടായാലും അത് നടപ്പിലാക്കാൻ പറ്റുക? കാരണം കിഴക്കമ്പലം പഞ്ചായത്തിൽ ഏതാണ്ട് 14,000 കുടുംബങ്ങളുണ്ട്. 14,000 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ശരാശരി നിത്യോപയോഗ സാധനങ്ങൾ അടക്കാൻ പറയാം, സോപ്പ്, ചീപ്പ് ഇതെല്ലാം കൂടി കൂടിയാൽ ഏറ്റവും കുറഞ്ഞത് 5,000 രൂപയുടെ സാധനങ്ങൾ ഒരാൾക്ക് വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കോടി രൂപയുടെ സാധനം വിറ്റാലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക പഞ്ചായത്ത്. അതിനുള്ള റിസോഴ്സസ് പഞ്ചായത്തിലുണ്ടോ? ആര് നടപ്പിലാക്കും? അത് ഒന്നാമത്തെ കാര്യം. ഇനി അപ്പോൾ 7 കോടിയുടെ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കോടി വേണം. ഒരു മാസമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു വർഷം 42 കോടി രൂപ വേണം. 5 വർഷം അത് കൊടുക്കണമെങ്കിൽ 210 കോടി രൂപ വേണം. ഇതെവിടെ നിന്ന് ഈ പണം ഉണ്ടാക്കുന്നത്? കോൺഗ്രസ് പാർട്ടി കൊടുക്കുമോ? ഇവരാരെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ഇനി ഇയാൾ പറഞ്ഞു 2 കോടി ഇവിടുന്ന് എടുത്ത് ചിലവാക്കാമെന്ന്. സാധിക്കില്ല, നിയമം അനുവദിക്കുന്നില്ല. ഒരു പഞ്ചായത്തിന് 50% പോയിട്ട് 1% പോലും ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പൊള്ളയായിട്ടുള്ളൊരു വാഗ്ദാനമാണത്. ഒരിക്കലും നടക്കാൻ പറ്റില്ല അത്. ഇനിയിപ്പോൾ ഈ കേരളത്തിൽ ഏതാണ്ട് 941 പഞ്ചായത്തുകളിൽ 341 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇതുവരെ ഈ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇവർ നടപ്പിലാക്കാതിരുന്നത്? ഇനി ഈ തവണ 941 പഞ്ചായത്തുകളും കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചായത്തിലും, കിഴക്കമ്പലം ഒഴിച്ച് ഒരു പഞ്ചായത്തിലും പ്രകടന പത്രികയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ ഈ കിഴക്കമ്പലത്തെ ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണത്. ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കിഴക്കമ്പലത്തു നിന്നല്ല,
കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ 2,72,000 പഞ്ചായത്തുകളിലും ഇത് നടപ്പാക്കാൻ പറ്റില്ല. ഒരു പഞ്ചായത്തിലും നടപ്പിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ അതിൻ്റെ ഫണ്ട് ഉണ്ടായി അങ്ങനെ ഒരു പദ്ധതി രൂപീകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഞങ്ങളിവിടെ നടപ്പാക്കിയിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ പദ്ധതിയല്ല, അത് 2020 ഒരു പദ്ധതിയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതിൻ്റെ ഫണ്ടിങ്ങും എല്ലാം ചെയ്യുന്നത് 2020 ആണ്, പഞ്ചായത്തല്ല. അല്ലാതെ ഒരു പഞ്ചായത്തിനോ മുനിസിപ്പൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്കോ ഒരിക്കലും ഇങ്ങനെ ഒരു പദ്ധതി നടക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. അങ്ങനെ ഒരു നിയമമില്ല. ഒരു ദിവസം പോലും കൊടുക്കാനായിട്ടുള്ള നിയമമില്ല. 1% ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ടുള്ള നിയമമില്ല. അപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കി പൊട്ടന്മാരാക്കി ഒരു പ്രകടന പത്രിക ഉണ്ടാക്കുക, വോട്ട് മേടിക്കുക, അവിടെയുള്ള പണം അടിച്ചു മാറ്റുക. ആ 32 കോടിയിൽ കണ്ണ് നട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ 25 പാർട്ടികളും കൂടി ഒന്നിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ മത്സരിച്ച് ആ പണം അടിച്ചു മാറ്റണം. അത് കട്ട് തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ തവണ കിഴക്കമ്പലത്ത് ഇടതും വലുതും ഒക്കെ കൂടി തോളിൽ കൈയിട്ട് മത്സരിക്കുന്നത്. ഈ കാര്യം കൂടി, ഈ സിംഗപ്പൂർ മോഡൽ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ഒരു കാര്യം, സിംഗപ്പൂർ മോഡലാണ് കിഴക്കമ്പലത്ത് ഉള്ളത്, പക്ഷേ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്, വീടുകൾ ശോചനീയ അവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇതിൽ ഇപ്പോൾ നമുക്ക് ഈ കേരളത്തിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈഫ് പദ്ധതികൾ, വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും അത് കൊടുക്കേണ്ട ഒരു പദ്ധതിയാണത്. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത്, അത് പഞ്ചായത്തല്ല അത് തീരുമാനം എടുക്കുന്നത്, കുടുംബശ്രീ വഴിയാണ് സർക്കാർ ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. ഈ കുടുംബശ്രീ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് അത് സർക്കാരിലേക്ക് പോയി സർക്കാർ സംവിധാനങ്ങൾ, അതായത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും വീണ്ടും പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യണം. സർട്ടിഫൈ ചെയ്ത് സർക്കാർ അംഗീകരിച്ച ആ ലിസ്റ്റ് പഞ്ചായത്തിന് അയച്ചു തരികയാണത്. അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ തവണ 289 വീടുകൾ കിഴക്കമ്പലം പഞ്ചായത്തിന് അംഗീകാരം തന്നു. ഈ 289 വീടിനും കൂടിയിട്ട് 11 കോടി രൂപ എല്ലാവർക്കും അനുവദിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും പെൻഡിങ് ഇടാതെ സർക്കാർ അനുവദിച്ച 289 വീടുകൾക്കും അനുവാദം കൊടുത്ത, അതിന് പൈസ കൊടുത്ത ഒരേ ഒരു പഞ്ചായത്താണ്. ഇന്ന് കേരളത്തിൽ 941 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തുകളിൽ പോലും 10 വീടിൽ കൂടുതൽ കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായിട്ടില്ല. നമ്മൾ 11 കോടിയാണ് കൊടുത്തത്, 289 വീട്. ഒരു വീട് പോലും ഇനി പെൻഡിങ്ങിലില്ല. അതായത് സർക്കാർ അനുവദിച്ച് തന്ന ഒരു വീട് പോലും പെൻഡിങ്ങിലില്ല. ഇപ്പോൾ ഇവർ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അമ്പുനാട് വാർഡിൽ ഒരു 3 വീട്ടുകാർ കിടക്കുന്നതാണത്. അത് ചേട്ടാനിയന്മാരും കുടുംബക്കാരുമാണത്. ഇവർ DYFIക്കാർ, SFIയിൽ വളർന്ന് DYFI ആയി ഇപ്പോൾ CPMൻ്റെ ആളുകളാണ്, പ്രവർത്തകരാണ്. അതിലേക്ക് 2020 ഒരു പ്രവർത്തകരെ പോലും ഇവർ കയറ്റില്ല. ഇവർ നന്നാവാനും സമ്മതിക്കില്ല, ഇവർക്ക് വീട് പണിയാനും സമ്മതിക്കില്ല. ഇത് പുറംപോക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കേണ്ടത് അതിൻ്റെ ഉടമസ്ഥരാണ്. ഇവർ കൊടുക്കില്ല. അവസാനം കഴിഞ്ഞ ഇലക്ഷനോടനുബന്ധിച്ച് ഞങ്ങൾ ഇത് വലിയൊരു ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഫോം ഫില്ല് ചെയ്ത് ആ പട്ടയം ഉണ്ടായി നമ്മളെ എറണാകുളത്ത് ഇവരുടെ SC STയുടെ ഇവർക്ക് പട്ടയം കൊടുക്കുന്നതിൽ കൊടുത്തു. ഇത് സർക്കാർ പട്ടയം കൊടുക്കണം. പട്ടയം കൊടുത്താലാണ് വീട് പൊളിക്കാൻ പറ്റുള്ളൂ, വീടിന് അനുവദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പട്ടയം ആദ്യം കിട്ടണം. പട്ടയം കിട്ടിക്കഴിഞ്ഞാൽ വീടിന് വേണ്ടി അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ നമുക്ക് കൊടുക്കാം. ഇത് പട്ടയത്തിന് അവർ നടക്കില്ല, പട്ടയം അതിന് ഫോളോ അപ്പ് ചെയ്യില്ല, പട്ടയമില്ല, വീടിന് അപേക്ഷ കൊടുക്കില്ല. പിന്നെ എങ്ങനെ നമുക്ക് വീട് കൊടുക്കാൻ പറ്റുക? ഇവിടെ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പട്ടയമുണ്ടാക്കി അവർക്ക് അപേക്ഷ കൊടുത്ത് വീട് പണിത് അതിനകത്ത് കയറ്റി ഇരുത്തേണ്ടത് നമ്മളുടെ ജോലിയായിട്ട് വരിക. അവരും അല്പം ബുദ്ധിമുട്ടണം അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പട്ടയം മേടിക്കേണ്ടത് അവരല്ലേ അതിൻ്റെ പുറകെ നടക്കേണ്ടത്. ഒരു പഞ്ചായത്തിന് എല്ലാ ആളുകളുടെയും അത് തന്നെയല്ല, പട്ടയം കൊടുക്കുന്നതിൽ പഞ്ചായത്തിന് യാതൊരു അധികാരമില്ല. ഇത് സർക്കാരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സർക്കാർ 5 വർഷം ആയി അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ പട്ടയം കൊടുത്തിട്ടില്ല. എന്നിട്ട് അതാരാ ഭരിക്കുന്നത്? CPMകാർ. എന്നിട്ട് ആ CPMകാർ ആ 3 വീടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് പട്ടയം പോലും കൊടുക്കാൻ പറ്റാത്തവർ പറയുകയാണ് 2020 വീട് പണിത് കൊടുത്തില്ല എന്നുള്ളത്. ഇവിടെ നിയമമുണ്ടോ പുറംപോക്കിൽ വീട് അനുവദിക്കാൻ? പഞ്ചായത്തിന് അനുവദിക്കാൻ പറ്റില്ല, അപേക്ഷ പോലും കൊടുക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്ന പട്ടയം കൊടുക്കുക, അത് സർക്കാരാണ് കൊടുക്കുന്നത്. സർക്കാർ പട്ടയം കൊടുക്കട്ടെ, നാളെ കൊടുക്കട്ടെ, നാളെ കൊടുത്ത് അവർ അപേക്ഷ വയ്ക്കട്ടെ. അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ
ഒരു മാസത്തിനുള്ളിൽ വീട് അനുവദിക്കാം നമുക്ക് പഞ്ചായത്തിൽ. അതിൻ്റെ പൈസയും കൊടുക്കാം. കാരണം ഇവിടെ ഇഷ്ടംപോലെ പൈസ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യമാണ്, കിഴക്കമ്പലത്തെ റോഡുകളൊക്കെ വളരെ മികച്ച രീതിയിലാണ് 2020 നിർമ്മിച്ചേക്കുന്നത്. പക്ഷേ അവർ കാണിക്കുന്ന റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുള്ളതാണ്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ ഈ റോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ് ചെയ്തത്. അപ്പോൾ റോഡുകൾ തന്നെ ഞങ്ങൾ 4ആയിട്ട് ഗ്രേഡ് ചെയ്തു. അതായത് എ ക്ലാസ്സിൽ വരുന്ന റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്ന 10-12 മീറ്ററും വീതിയുള്ള റോഡുകൾ. പിന്നെ അതിൽ താഴെ 6 മുതൽ 8 വരെ വീതി വരുന്നത്, 4 മുതൽ 6 വരെ വീതി വരുന്നത്, 4 താഴെ 3 മീറ്ററും 2 മീറ്ററും ഒക്കെയുള്ള റോഡുകൾ. അപ്പോൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്താണ് ഞങ്ങൾ ടാറിങ് തുടങ്ങിയത്. ഞങ്ങൾ ചെയ്തത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഈ ഗ്രാമീണ റോഡുകളെ BMBCയിലേക്ക് ആ നിലവാരത്തിലേക്ക് മാറ്റിയത് 2020ആണ്. കാരണം റോഡുകളുടെ ശാപം അതിൻ്റെ ഫൗണ്ടേഷൻ ശരിയല്ല, ടാറിങ് മെത്തേഡ് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റോഡ് നിലനിൽക്കണമെങ്കിൽ BMBCയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 542 റോഡുകൾ കിഴക്കമ്പലത്ത് അതുപോലെ പൂർത്തിയാക്കി. ചരിത്രത്തിൽ ആദ്യമാണത്. ഇപ്പോൾ ഈ എന്നോട് തന്നെ വരുന്നൊരു റോഡുണ്ട്, എരപ്പമ്പാറ ആനിൽച്ചോട് റോഡ്. വലിയ നിയമയുദ്ധങ്ങൾ ചെയ്താണ്. കാരണം കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല അത് ചെയ്യാനായിട്ട്. ഈ തവണ MLA ഇടപെട്ടിട്ട് MLA സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ബാക്കി ഭാഗം ചെയ്യാനായിട്ട്. പകുതി ഭാഗം ചെയ്തു. പിന്നീട് ആ റോഡ് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു ഞങ്ങൾ ടാർ ചെയ്തിട്ട്. ഒരു കുഴി പോലും, അതായത് ഒരു സൂചി വീഴാനുള്ള കുഴി പോലും അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണത്. അപ്പം നമ്മൾ ചെയ്ത റോഡുകൾ, ഈ 542 റോഡുകൾ ഈ പറയുന്ന രീതിയിൽ ഒരു കുഴി പോലും ഉണ്ടാവാത്ത 5 മുതൽ 10 വർഷം വരെ നിലനിൽക്കുന്ന രീതിയിലാണ് റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ സ്വകാര്യ വില്ലകളിലിട്ടുള്ള റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പഞ്ചായത്തിൻ്റെ ഓണർഷിപ്പിലുള്ളതല്ല. അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ പേരിൽ അത് കച്ചീട്ട് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തവണ ഏതാണ്ട് 80ഓളം ഇതുപോലെയുള്ള സ്വകാര്യ റോഡുകൾ കച്ചീട്ട് എഴുതി അതിൻ്റെ പ്രോസസ്സ് നടന്ന് അതിന് വേണ്ടിയിട്ടും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ പൊട്ടിപ്പൊളിഞ്ഞ് കാണിക്കുന്ന റോഡുകളൊക്കെ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ വരുന്ന റോഡുകളല്ല. നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് റോഡ് പഞ്ചായത്തിൻ്റെ പണം മുടക്കി ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ അത് പഞ്ചായത്തിട്ട് എഴുതി തരണം. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ ഇതുപോലെയുള്ള ഒരുപാട് റോഡുകളുണ്ട്. ആ റോഡുകളുടെ പണിയാണ് ഇപ്പോൾ ഇവരിത് പൊക്കി ഇതാണ് ഇവിടെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് കാണുന്നത്. അതേ സമയത്ത് ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് BMBC റോഡുകൾ, അതായത് ഗ്രാമീണ തലത്തിൽ BMBC റോഡുകളുള്ള ഒരേ ഒരു പഞ്ചായത്ത് കിഴക്കമ്പലമാണത്. അപ്പോൾ അത് അവർ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് ഒരു റോഡിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും അംഗൻവാടി, ഇപ്പോൾ ഒരു അംഗൻവാടിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഈ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് എത്ര എമൗണ്ടെന്ന് എനിക്കറിയില്ല, ഏതാണ്ട് 10-12 ലക്ഷം രൂപ അനുവദിച്ച്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോസസ്സുണ്ട്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണത്. ഇതെല്ലാം ഒരുപാട് നൂലാമാലകളിൽ കൂടി പോണത്. നമുക്കിപ്പോൾ ഒരു സംഗതിക്ക് ഒരു അംഗൻവാടിയിൽ ഒരു പ്രോബ്ലം വന്നു, പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് കമ്മിറ്റിക്കോ ഉടനെ തന്നെ ഫണ്ട് അനുവദിച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോയിട്ട് പരിശോധിക്കണം, റിപ്പോർട്ടുകൾ ഉണ്ടാക്കണം. ആ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയാൽ വീണ്ടും ഗ്രാമസഭയിൽ കൊണ്ടുവരണം, ഗ്രാമസഭ പാസ്സാക്കണം, ബഡ്ജറ്റിൽ കൊണ്ടുവരണം. അത് കഴിഞ്ഞാൽ DPC അംഗീകാരത്തിന് പോകണം, DPC വന്നു കഴിഞ്ഞാൽ ടെക്നിക്കൽ സാങ്ഷന് പോകണം. ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രോസസ്സാണ്. അപ്പം നമുക്ക് ഒരു സ്വകാര്യ സ്ഥാപനം പോലെ പഞ്ചായത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പൊട്ട് വീണു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ടോയ്ലറ്റ് ഇളകിപ്പോയി, ഉടനെ തന്നെ മാറ്റി വയ്ക്കാനുള്ളൊരു സംവിധാനം പഞ്ചായത്തിനില്ല എന്നുള്ളതാണത്. ഇപ്പോൾ ഇവരൊരു അംഗൻവാടിയെ കാണിക്കുന്നുണ്ട്, ഇവർ ഈ അംഗൻവാടി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ അംഗൻവാടി എന്ന് പറയുന്നത് പണ്ട് CPM-കാരോ അല്ലെങ്കിൽ UDF-കാരോ പണിതാണത്. അപ്പോൾ അത് പണിതെല്ലാം അതിൻ്റെ അടിത്തറയൊക്കെ പോയി. അതിനിപ്പോൾ മുഴുവൻ ഫണ്ടും പുതുക്കി പണിയാനായിട്ട് ഫണ്ടും സാങ്ഷനായി ടെൻഡറുമായിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അവിടെയുള്ള കുട്ടികളെ മാറ്റി പാർപ്പിക്കണം. അതിനൊരു വാടക സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരത് എടുത്തിടുന്നത്. അത് ഇലക്ഷൻ വരുമ്പോൾ അവരൊരു പതിവാണത്. ഇപ്പം നമ്മുടെ ബസ് സ്റ്റേഷൻ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായി. എന്തായി അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഈ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഒരു സംസ്ഥാനത്തിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ചെയ്യാൻ പറ്റാത്തൊരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയേക്കണം.
അവിടെ പരിമിതികളുണ്ട്, സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ അവിടെ നമുക്ക് സാധാരണ ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ഥലത്തിൻ്റെ ലോബിയിലിരിക്കുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത്, ലോഞ്ച് പോലെ. അവിടെ അറേഞ്ച് ചെയ്തിട്ട് എന്ത് പറ്റി, ഇതെല്ലാം ഉണ്ടാക്കി ആ ഒരു ഈ കാത്തിരിപ്പ് സ്റ്റേഷൻ മാത്രം വൈഫൈ സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ള ആ സീറ്റ് വരെ ഇളക്കിയവന്മാർ കൊണ്ടുപോയി. അതൊക്കെ നശിപ്പിച്ചു എൻ്റെ ടൈലുകളൊക്കെ. അപ്പോൾ പിന്നീട് ഞങ്ങൾ ആലോചിച്ച് ഇതിന് ഒരു അടച്ചുറപ്പും അതുപോലെ ഇതിനൊരു 24 മണിക്കൂർ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും ഒരു ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ നിലനിൽക്കൂ. അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും അത് സഹിക്കാൻ പറ്റില്ല. അവരൊക്കെ ഒരു ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഷീറ്റ് കൊണ്ടുവന്നിടുക, അതിലൊരു അടക്യാമര കൊണ്ടുവന്ന് കെട്ടുക, അതിൻ്റെ ആളുകൾ ഇരിക്കുമ്പോൾ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്തുമായിട്ട് ഇരിക്കുക. ഇതിൽ കൂടുതലൊന്നും സൗകര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ട എന്നുള്ളൊരു ചിന്താഗതിക്കാരായി വരുന്നത്. അത് 10 ലക്ഷം ഒന്നുമില്ല. ഇങ്ങനെയുള്ള ബസ് സ്റ്റാൻഡുകൾ, ബസ് സ്റ്റോപ്പുകൾക്കൊക്കെ 30 ലക്ഷം രൂപ വരെ ചിലവാക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ പേരും വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വയ്ക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ് ഈ തീരുമാനം. ഞങ്ങൾ അതിനോടനുബന്ധിച്ച് ഒരു സർവീസ് സ്റ്റേഷൻ, സർവീസ് സെൻറ്റർ, അപ്പോൾ ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ ഒരു കോഫി ടീ ഒക്കെ കഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യം, പിന്നെ അതിൻ്റെ മുകളിലൊരു റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം കൂടി പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് അതിന് ഫണ്ട് അനുവദിച്ച് ഘട്ടം ഘട്ടമായിട്ട് ഫണ്ട് അനുവദിച്ച് ഇപ്പം ഇനി ഒരു 2 മാസമുണ്ടെങ്കിൽ അതിൻ്റെ പണി പൂർത്തിയാക്കാം. അതിൽ താഴത്തെ നിലയിൽ നമ്മൾ ടോയ്ലറ്റ് അടക്കം എയർ കണ്ടീഷൻ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നേരെ അതിനകത്തല്ല, ആ എയർ കണ്ടീഷൻഡ് ബ്ലോക്കാണത്. അപ്പോൾ എല്ലാം സെൻസർ സംവിധാനങ്ങളുള്ള ടോയ്ലറ്റ്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല, അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ പോയാൽ ഉണ്ടാകുന്നോ അതാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടോയ്ലറ്റ് സംവിധാനങ്ങളെന്നാണ് പറയുന്നത്. എല്ലാവരും പറയുന്നു ഇവിടെ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല എന്ന്. ഈ ടോയ്ലറ്റ് പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വെറുതെ ടോയ്ലറ്റ് ഉണ്ടാക്കിയാൽ പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരാളെ 1500 രൂപ കൊടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് വെച്ചില്ലെങ്കിൽ ഒരാൾ കയറിയതിന് ശേഷം രണ്ടാമത് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എറണാകുളം കോർപ്പറേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിലുണ്ട്, അതിൽ ആളുകൾക്ക് കയറാൻ പറ്റില്ല. എവിടെയൊക്കെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ അതിലൊന്നും ആളുകൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് 24 മണിക്കൂറും സർവീസ് ചെയ്യാനായിട്ടും ഒരു സർവീസ് ബ്ലോക്കായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ താഴത്ത് എയർ കണ്ടീഷൻ ടോയ്ലറ്റുകൾ, അതുകൂടാതെ ഒരു ഈ സ്റ്റാർബക്കിൻ്റെ ഒക്കെ മാതിരിയുള്ള ഒരു കഫേയുണ്ട്. പിന്നെ അതിൻ്റെ 1ാമത്തെ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റാണത്. ഒരേ സമയത്ത് 40 പേർക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാകുന്ന റെസ്റ്റോറൻറ്റ് മാതിരിയുള്ള സൗകര്യങ്ങൾ. അവിടെ രാവിലെ 6 മണിക്ക് തുറന്നാൽ 6 മണി മുതൽ 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. 9 മണി മുതൽ 12 മണി വരെ സ്നാക്സും ടീയും കോഫിയും കിട്ടും. 12 മുതൽ 2 മണി വരെ ലഞ്ച്, ഉച്ചഭക്ഷണം കിട്ടും. 2 മണി മുതൽ 6 മണി വരെ ടീ, സ്നാക്സ്, കോഫി. വീണ്ടും 6 മണി മുതൽ 9 മണി വരെ ഡിന്നർ. ഇത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് നടപ്പിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ്. ഈവൻ അമേരിക്കയിലോ യൂറോപ്പിലോ പോലും അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഉച്ചയ്ക്ക് ലഞ്ച്, ഡിന്നറായിട്ട് നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നൊരു സംവിധാനം. അപ്പോൾ ഇതൊന്നും നടപ്പിലാകരുത്. ഇനി അതിനോടൊപ്പം തന്നെ ഒരു ഈ പറയുന്ന നമ്മുടെ ആളുകൾ ഇനി പഞ്ചായത്തിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ എല്ലാം ഒന്ന് ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. ഈ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും പൈസ കൊടുക്കാതെ തന്നെ സൗജന്യമായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നടപ്പിലായാൽ ഉണ്ടാകാവുന്ന അപകടം ഇവർക്കറിയാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ നാടൊരിക്കലും നന്നാവരുത്. ഇവിടുത്തെ ജനങ്ങൾ കഞ്ഞി കുടിച്ച് കിടക്കരുത്. അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവരിത് തുറന്നു വിട്ട് ബലം പ്രയോഗിച്ച് CPMൻ്റെ നേതൃത്വത്തിൽ പണി നടത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ 2 മാസമായിട്ട് അത് കോടതി കിടക്കുക. കോടതി ഇപ്പോൾ 3ാമത്തെ ഓർഡർ തന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. പോലീസ് പ്രൊട്ടക്ഷൻ തരുന്നില്ല. ഇത് പ്രൊട്ടക്ഷൻ തന്നത് അടച്ചു കെട്ടിയാൽ 2 മാസത്തിനുള്ളിൽ അതിൻ്റെ പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാം. തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കിഴക്കമ്പലത്ത് കൂടി കടന്നു പോകുന്ന ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യം അതിനകത്ത്.
അപ്പോൾ ഇത്രയും ആധുനികമായിട്ടുള്ളൊരു സൗകര്യം ജനങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ഒരിക്കലും ഈ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഈ കിഴക്കമ്പലത്ത് പച്ച തൊടാൻ പറ്റില്ല എന്നറിയാം അവർക്കത്. അതുകൊണ്ട് മനഃപൂർവ്വം അത് തടഞ്ഞിട്ടിരിക്കുക. അതുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുകയാണത്. ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സൗകര്യം, ഇത്രയും വലിയൊരു സൗകര്യം ഇല്ലാതെയാക്കിയിരിക്കുക അവർ. വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ഇതിൽ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മത്സരിക്കുന്നത് വിജയിക്കണം, വിജയിച്ചേ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതിൽ ലക്ഷങ്ങളും കോടികളും അവരിറക്കും. അതിന് കാരണമുണ്ട്. ഈ ലക്ഷങ്ങളും കോടികളും ഇറക്കുന്നതിൻ്റെ 10 ഇരട്ടിയും 100 ഇരട്ടിയും കൊയ്യാമെന്ന് തിരിച്ചു കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാം മത്സരിക്കുന്നത്. 2020യെ സംബന്ധിച്ച് പണത്തിനോ അധികാരത്തിനോ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം മിച്ചം വന്നിരിക്കുന്നതിൻ്റെ കാരണം. കാരണം ജനങ്ങളുടെ നികുതി പണം ഒരു പൈസ പോലും അഴിമതി നടത്താതെ, ഒരു പൈസ പോലും അടിച്ചു മാറ്റാതെ അത് ജനങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും എത്തിച്ച ഒരേ ഒരു പാർട്ടി 2020ആണ്. അപ്പോൾ 2020 പോലെയുള്ളൊരു പാർട്ടി വേണമോ ഭരണത്തിൽ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണത്. ജയിച്ചേ മതിയാകൂ എന്നുള്ളൊരു വാശി ഞങ്ങൾക്കില്ല. ജയിപ്പിച്ചാൽ അവരേൽപ്പിക്കുന്ന ഉത്തരവാദിത്തം 100% സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ചെയ്യും. അവരുടെ ഓരോ പൈസയും അവരിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കൂ. പിന്നെ തീരുമാനമെടുക്കേണ്ടത് അവരാണത്. എല്ലാവിധ ആശംസകളും. ആയിക്കോട്ടെ. താങ്ക് യു.